പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര ആരംഭിക്കുകയാണ്. അതുമാത്രം ആരംഭിക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ കഴിഞ്ഞ യാത്രയുടെ ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയ അതിഥിക്കായി, അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിക്കായി ഞങ്ങൾ ഇന്ന് യാത്ര ആരംഭിക്കുന്നു. പോകാം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളിലേക്ക്, ആദ്യത്തെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. പുതിയൊരു അതിഥിയെ തേടി എത്തിയത് തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം ജില്ലയിൽ കൂടൽ കഴിഞ്ഞ് മുറിഞ്ഞകല്ലെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു വീട്ടിലൊരു സാറിൻ്റെ വീട്ടിൽ ഔട്ട് ഹൗസിനകത്തൊരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ നമ്മൾ 1-2 മണിക്കൂർ എടുത്തു ഇവിടെ ഓടി എത്താനായിട്ട്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ സമയം കളയുന്നില്ല. ഒട്ടനവധി ആൾക്കാർ കൂടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ആൾ കുറവാണെന്നാണ്. പക്ഷേ ഇപ്പോൾ അറിഞ്ഞറിഞ്ഞ് ഒരുപാട് പേരായി കഴിഞ്ഞു. നമ്മൾ സമയം കളയുന്നില്ല. ഇനിയും ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതിഥിയെ സേഫായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളെന്തായാലും അപകടം കൂടാതെ നമ്മൾ പോകുന്നു നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ഇതൊരു പുകപ്പരയാണ്. ഇദ്ദേഹം റബ്ബർ ഷീറ്റൊക്കെ ഉണക്കാനായി ഉപയോഗിക്കുന്ന പുകപ്പരയാണ്. ഈ പുരയ്ക്കകത്ത് എന്തായാലും കയറിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ ഒരുപാട് വഴികളുണ്ട്. കാരണം ഒരുപാട് ഹാളുകളൊക്കെ ഉള്ളതാണ്. പക്ഷേ എന്തായാലും നമ്മൾ ആ സമയം തൊട്ട് നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം അത് കാവലിരിക്കുകയാണ്. ഇതിനകത്ത് കിടക്കുന്ന വേസ്റ്റൊക്കെ കുറേയൊക്കെ അവർ നീക്കം ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ ഒരു മൂലയിൽ അദ്ദേഹം അങ്ങനെ സുഖമായിട്ട് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അദ്ദേഹം നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ വരുമോ, ഇപ്പോൾ പിടിക്കുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വന്ന് എൻ്റെ ഭാഗത്ത് കല്ലിടുമോ എന്നാണ്. സാറിന് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഒരു അതിഥിയെ കണ്ടു കഴിഞ്ഞാൽ കല്ല് വെച്ച് സേഫായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ കാടി വെച്ച് കുത്തിപ്പിടിക്കുക. അതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടുവന്നിരുന്ന പ്രവണത. ഇപ്പോൾ അതിനൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അതിഥി നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ ആ അതിഥിയെ ഞാൻ എന്തായാലും എടുത്ത് പുറത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുക. നമ്മൾ പ്രേക്ഷകർ കണ്ടതിലും കണ്ടുകൊണ്ടിരിക്കുന്നതിലും അത്ര വലിയ അതിഥിയൊന്നുമല്ല. ഇതൊരു കുഞ്ഞൻ അതിഥിയാണ്. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇതിന് കുറച്ചൊരു നേരം ആയതുകൊണ്ട് അവർ വെളുത്തുള്ളിയോ മറ്റോ അതിൻ്റെ ദേഹത്ത് ഒഴിച്ചിട്ട് വെള്ളമൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് അദ്ദേഹം ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്. അത് മാത്രം മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഇദ്ദേഹത്തിന് കണ്ണിന് സാധാരണ ഷാഡോ കിട്ടുന്നില്ല. സാധാരണ ഷാഡോ കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം പേടിച്ചിട്ട് ഇങ്ങനെ നാക്ക് നല്ല നീളത്തിന് പുറത്തേക്ക് ഇടുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം അദ്ദേഹം കടിക്കാനുള്ള ഒരു പ്രവണതയാണെന്നുള്ളത്. പെട്ടെന്ന് കടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി. നോക്കുക, പെട്ടെന്ന് കടിക്കാനുള്ളൊരു പ്രവണതയുണ്ട്. അതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇതുപോലൊരു പാമ്പിനെ ഡെമോ ചെയ്യുന്നതിനിടയിൽ എനിക്ക് ചുണ്ടിൽ കടിയേറ്റു. അത് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിനിടയിലാണ്. അതുപോലെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ
ഒരു പ്രത്യേകത ഉണ്ടായത്, ഞാൻ ഒരു പാമ്പിനെ പിടിക്കാൻ വിളിച്ച് ഞാൻ തിരുവനന്തപുരത്ത് ഇല്ലായിരുന്ന സമയത്ത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വർക്കലയ്ക്ക് അടുത്ത് ഒരു പാമ്പിരിക്കുന്നു. പാമ്പിനെ വലയിൽ കുരുക്കുന്ന പാമ്പ് എന്താണെന്ന് അറിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ പോയി പിടിച്ച് കടി വാങ്ങി എന്ന് ക്രിട്ടിക്കലായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. അതുപോലെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് പാമ്പിനെ പിടിച്ച് കടിയേറ്റ് മരണപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് പേർക്ക് കേരളത്തിൽ ഇപ്പോൾ നമ്മളെപ്പോഴും സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ പറയുന്നൊരു കാര്യം, നിങ്ങളെ ആരെയും പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരായിരിക്കും അപകടം വിലയ്ക്ക് വാങ്ങാനായി ട്രെയിനിങ് ചെയ്യാനല്ല നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഈ പ്രോഗ്രാം കൊണ്ട് അവയർനെസ്, അതായത് ഇത് സാധാരണ പാമ്പുകളെ പറമ്പിലെങ്ങനെ ഇത് നമ്മുടെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് കാണുന്നത്, ഒരു 50 ഏക്കർ പറമ്പിലൊരു പാമ്പിനെ കണ്ടാലും പാമ്പിനെ പിടിക്കാനായി വിളിക്കുന്നു, അത് കിട്ടത്തില്ല. അപ്പോൾ പറമ്പിലെങ്കിലും പാമ്പുകൾ ജീവിക്കട്ടെ എന്നുള്ളൊരു അവയർനെസ്സാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പാമ്പുകളെ പോയി അറിയാതെ പിടിച്ച് കടി വാങ്ങി നിങ്ങളുടെ ജീവൻ, വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുത്താനുള്ള ഒരു ക്ലാസ്സോ ഒരു പ്രോഗ്രാമോ അല്ല ഇത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് 4 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു പെൺ മൂർഖൻ പാമ്പാണ്. ഏകദേശം 5 അടിയിൽ താഴെ മാത്രമേ നീളമുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കടി ഏറ്റാലും ഡെത്ത് സംഭവിക്കാം. ഇദ്ദേഹത്തിൻ്റെ കടിയിലും ഡെത്ത് സംഭവിക്കും. ഇതിപ്പം ആ കറുപ്പ് പാമ്പിന് കാഴ്ചയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കറുത്ത ക്യാമറയുടെ ബോഡിയിലേക്ക് അദ്ദേഹം കടിക്കാൻ ശ്രമിക്കുന്നത്. ആ നിഴൽ കിട്ടുന്നത് കൊണ്ടാണ്. അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കടി ഏറ്റാൽ നമുക്ക് ഇപ്പം നാവ് നല്ല നീളത്തിലാണ് പുറത്തേക്ക് ഇടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കടി ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല, ഇന്നടത്തെ കടിക്കുള്ളൂ നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം അത് സൈലൻ്റ് ആവുന്നു. ഇനി വേണമെങ്കിൽ എൻ്റെ വിരലിൽ കടിക്കാം. പ്രായക്കാരനല്ലാത്ത ഒരു അതിഥിയാണ്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മൾ അധികം വെച്ച് കളിക്കുന്നില്ല. ഇദ്ദേഹത്തെ നമ്മൾ ഇവിടെ നിന്നൊരു ബോട്ടിൽ വാങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ കടിക്കണം ടെൻഡൻസി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, വേറെ ഒന്നും അദ്ദേഹത്തിൻ്റെ ചിന്തയിലില്ല. ഏത് ദിശയിലേക്കും ചാടിക്കണം. അണലിയെപ്പോലെ പെട്ടെന്ന് തിരിഞ്ഞു വരികയാണ് അദ്ദേഹം കടിക്കാനായി. അതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാരണവശാലും നിങ്ങൾ അനുകരിക്കരുത്. പാമ്പ് ഈ വർഷം 2016 ഒരുപാട് ആൾക്കാർക്ക് പാമ്പ് കടിയേറ്റ് പാമ്പ് എന്താണെന്ന് അറിയാതെ പാമ്പിൻ്റെ പിറകെ പോയിട്ട് കടി വാങ്ങി. അത് 8 പേരാണ് പാമ്പ് എന്താണെന്ന് അറിയാതെ പാമ്പിൻ്റെ പിറകെ പോയി കടി വാങ്ങിയിട്ട് മരണപ്പെട്ടത്. അതുകൊണ്ട് എന്നെ ഒന്നും അനുകരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഞാനും എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഡോക്ടർമാർ അത് തെളിയിച്ചതാണ്. എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകുന്നുവെന്ന് പാമ്പ് കടി കേൾക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് എൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നുവെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ചുണ്ടിൽ ആലപ്പുഴ ജില്ലയിൽ മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 1000-ലേറെ ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ചുണ്ടിൽ മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റിട്ട് ഒരു മെഡിസിൻ എടുത്തിട്ട് അപ്പോൾ തന്നെ നീര് വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ 2-3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ ക്ഷീണമൊക്കെ മാറി. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളിത് അനുകരിച്ച് നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്. എന്തായാലും നമ്മുടെ ഈ അതിഥിക്ക് വേണ്ടി ഇത്രയും നേരം നമുക്ക് വേണ്ടി കാത്തിരുന്ന പാമ്പിൻ്റെ ഓണർ സാറിനും അദ്ദേഹത്തോടൊപ്പം നമുക്ക് വേണ്ടി അക്ഷമരായി കാത്തിരുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഈ അതിഥിയുമായി അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര ഒട്ടനവധി കോളുകൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെയൊക്കെ പോയിട്ട് നമുക്ക് അതിഥികളെ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒരു അതിഥിയാണ് നമ്മൾ ഇന്ന് പിടികൂടിയത്. അത് കഴിഞ്ഞ് അടുത്ത അതിഥിക്കായി നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂരിനടുത്ത് സ്റ്റേഷൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിലും അതിനോട് ചേർന്ന് ഒരു അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചു. നമ്മളെന്തായാലും പത്തനാപുരത്ത് നിന്ന് വരുന്ന വഴിയാണ്. നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി. നമുക്ക് പോകാം. നമ്മുടെ ആ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന വ്യത്യസ്തനായ അതിഥി ആരാണെന്ന് നോക്കാം. വ്യത്യസ്തനാണോ അത് നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥിയാണെന്ന് നോക്കാം. പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക്, ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്.
എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു. നമ്മളിവിടെ വരുന്നത് വരെ നമ്മുടെ സുഹൃത്തുക്കൾ വിചാരിച്ച ഇത് അണലിയെന്നും ചേരയെന്നും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിഥിയെ പരിചയപ്പെടുത്തുന്ന ഞാനിങ്ങനെ കൈ വെച്ചപ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ പത്തിയെടുത്ത് കൊത്താനായിട്ട് കയ്യിലേക്ക് ഇങ്ങനെ എത്തിപ്പിടിക്കാൻ വന്നു. എന്തായാലും ആ എത്തിപ്പിടുത്തൽ കൊണ്ടില്ല. എന്തായാലും നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിനെയാണ് ഇവർ ചേര എന്നൊക്കെ പറഞ്ഞ് വെച്ച് കാവലിരുന്നത്. എന്തായാലും ചേരയല്ല, മൂർഖൻ തന്നെയാണ്. സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. ഏകദേശം ഉദ്ദേശം 4 വയസ്സിന് താഴെ മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. ഇദ്ദേഹം ഫീമെയിലാണ്. എനിക്കൊന്ന് നല്ല പടം പൊഴിച്ച് ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം എണ്ണ ചേരാനായി മാറ്റിങ്ങിനായി തയ്യാറായ അതിഥിയാണ്. നമുക്ക് കാണാം. ഏകദേശം ഉദ്ദേശം 5 അടി വരെ മാത്രം 5 അടിയോളം ഉദ്ദേശം 5 അടിയോളം മാത്രമേ ഇദ്ദേഹത്തിന് നീളമുള്ളൂ. നമ്മൾ വളരെ കഷ്ടപ്പെടാതെ അനായാസം അദ്ദേഹത്തിനെ പിടിക്കാൻ കഴിയും. കാരണം അദ്ദേഹം കുളിച്ചാൽ ചട്ടയൊക്കെ പൊഴിച്ച് സൗന്ദര്യം ഒക്കെ ആയിട്ട് നനച്ചിരുന്ന പുല്ലിൻ്റെ പുറത്ത് അങ്ങനെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നൊരു കാര്യം, 2016 എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. കാരണം ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പ് കടി ഏറ്റ വർഷമാണ് 2016 എന്ന് പറയുന്നത്. കാരണം ഒന്നേ ഉള്ളൂ. കാരണം ഒന്നെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകൾ നമ്മുടെ പ്രേക്ഷകർ പറയുന്നൊരു കാര്യം, നിങ്ങളിത് അനുകരിക്കാൻ ശ്രമിക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ആ പറയുന്നത് കേൾക്കാതെ ആൾക്കാർ കൂടുമ്പോൾ അവരുടെ മുന്നിലേക്ക് അവരെ കാണിക്കാനായി അവരുടെ മുന്നിലേക്ക് ആ ഒരു പാമ്പിനെ കണ്ടു എന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ എത്തുന്നതിന് മുന്നേ ആ പാമ്പിനെ പിടിച്ച് കടി വാങ്ങി മരണപ്പെട്ട പ്രിയ സുഹൃത്തുക്കൾ കേരളത്തിൽ 8 പേരാണ് ഈ വർഷം. 16 പേർക്ക് കടിയേറ്റ് ക്രിട്ടിക്കലാണ്. 116ഓളം പേർക്ക് അല്ലാതെ തന്നെ കടിയേറ്റു. പാമ്പ് പിടിക്കാൻ പാമ്പിനെ പറമ്പിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവർ ജോലിക്ക് പോകുമ്പോഴോ ഒന്നും കടിയേറ്റതല്ല. പാമ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ പാമ്പിൻ്റെ പിറകെ പോയി കടിയേറ്റ വേണ്ടി 116ഓളം പേര് നമ്മളെ ഈ 14 ജില്ലകളിലായിട്ട് 8 പേര് അതിദാരുണമായി മരണപ്പെട്ടു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. കാരണം എൻ്റെ ശരീരത്തിൽ പാമ്പ് പിടിക്കുമ്പോൾ ആൻറ്റിബോഡി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ വളരെ ലാഭത്തോടെ ഇവയെ കൈകാര്യം ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. എന്തായാലും 3 വയസ്സിന് അടുത്ത് മാത്രം പ്രായമുള്ള ഈ അതിഥിയെ നമ്മൾ പിടികൂടി. അദ്ദേഹത്തിന് നമ്മൾ ഇനി സമച്ച് കളിക്കുന്നില്ല. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മൂർഖന്മാരെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ അതിഥിയെ ഒരു ബോട്ടിൽ വാങ്ങി ബോട്ടിലടച്ച് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിക്കായി നമ്മൾ യാത്ര ആരംഭിക്കുന്നു. ഇവിടുത്തെ നല്ലവരായ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞ് ശുഭരാത്രി നേർന്ന് അടുത്ത സ്ഥലത്തേക്ക് വ്യത്യസ്തനായ അതിഥിയെ തേടി നമ്മൾ സ്നേക് മാസ്റ്റർ ടീം യാത്രയാവും. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇന്ന് നമ്മൾ അതിഥികളെ തേടിയെത്തി അടുത്ത് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ക്ഷേത്രത്തിനടുത്താണ്. ഇവിടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരതിഥി വന്ന് കയറിയിരിക്കുന്നപ്പോൾ നമ്മൾ വിളിച്ച്, വിറവിൻ്റെ അടിയിൽ കയറിയിരിക്കുന്നപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നമ്മൾ സമയം പാഴാക്കിയില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്ഥലത്തെത്തി. സമയം കളയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പോകാൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തി. ഇവിടെ ഒരു ചാക്ക് എടുത്ത് ഉയർത്തിയപ്പോൾ അതിനകത്ത് കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കിവിടെ വന്നപ്പോൾ നല്ല
ഓർമ്മ വന്നു. ഇവിടെ ഒരു വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ ഈ മുഖം? പണ്ട് സുരേഷ് ഗോപി സാർ ചോദിച്ചതുപോലെ ഓർമ്മയുണ്ടോ ഈ മുഖം? ഞങ്ങൾക്ക് എന്താണ് കേട്ടാ, ഞാൻ കൈയൊക്കെ ഒടിഞ്ഞ് കിടന്ന സമയത്ത് സുരേഷ് ഇവിടുന്ന് 2 പ്രാവശ്യം പാമ്പിനെ എടുത്തു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ചേട്ടൻ ഇവിടെ മുഴുവനും പാമ്പിനെ വളർത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചേട്ടൻ വളർത്തി വിട്ടതായിരിക്കും ഈ അതിഥി. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ വിറവൊക്കെ ഒന്ന് എടുത്ത് മാറ്റേണ്ടതുണ്ട്. നമുക്ക് ഈ വിറവൊക്കെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത് വീണ്ടും ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിറവെടുത്ത് മാറ്റി നോക്കാം ഇതിനകത്തുണ്ടോ. അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ, ആ ചേട്ടൻ പറഞ്ഞതുപോലെ അത് ആ ചാക്കിനകത്താണോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ രാത്രിയിലെ യാത്ര പാഴായില്ല. അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. അല്പ വിറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിറവ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ വിറവെടുത്ത് മാറ്റിയത് അത് എങ്ങോട്ടെങ്കിലും എഴിഞ്ഞു പോയാൽ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ആ വിറവൊക്കെ എടുത്ത് മാറ്റിയത്. നമ്മളെന്തായാലും ഈ അതിഥിയെ, വെള്ളായണി ക്ഷേത്രത്തിനടുത്തുനിന്ന് നമ്മൾ ഈ അതിഥിയെ അനായാസം പിടിച്ചു. പക്ഷേ ഇദ്ദേഹത്തിനും നാവ് പുറത്തേക്ക് ഇടുന്നു. എനിക്ക് തോന്നുന്നത് ഈ നാവ് കൂടുതലായി ഇന്ന് നമ്മൾ പിടിക്കുന്ന പാമ്പുകളെല്ലാം നാവ് നന്നായിട്ട് പുറത്തേക്ക് നീട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ചൂട് കൂടിയതുകൊണ്ട് കൂടുതൽ ടെൻഷൻ ഉണ്ടായതുകൊണ്ട് നമ്മളതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവ നമ്മളെ അറ്റാക്ക് ചെയ്യാനായി ഉള്ള ടെൻഡൻസിയാണ് ഇന്ന് പിടികൂടിയ പാമ്പുകളിലൊക്കെ. നാക്ക് എത്രത്തോളം വനമുള്ള പാമ്പുകൾ എത്രത്തോളം നാവ് നീട്ടുന്നുവോ അത്രത്തോളം പെട്ടെന്ന് അത് ബൈറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ 5 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഫീമെയിൽ പെൺ മുറുക്കൻ പാമ്പാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇദ്ദേഹവും ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ പറഞ്ഞു നവംബർ ഡിസംബർ, നമ്മളിപ്പോൾ കടന്നു പോകുന്ന നവംബർ ഡിസംബർ മാസത്തിലൂടെയാണ്. ജനുവരി പകുതി വരെ ഇവയുടെ മാറ്റിംഗ്, ഇവരുടെ ഇണചേരുന്ന സമയമാണ്. ഇദ്ദേഹത്തിനെ നോക്കൂ, ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുമാത്രം മാറ്റിംഗ് ടൈമാണ്. ഫീമെയിൽ പാമ്പുകളുടെ ഒരു പ്രത്യേകത, ഇണ ചേരുന്നതിന് മുന്നേ ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കും. ഏകദേശം 5 അടിയിലേറെ, നോക്കാം, 5 അടിയിലേറെ നീളം ഇദ്ദേഹത്തിനുണ്ട്. പരമാവധി 6.5 അടിയോളമാണ് ഇവയുടെ മുറുക്കൻ ഇന്ത്യൻ കോബ്രയുടെ വളർച്ച. അപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ തന്നെ നമുക്ക് നോക്കാം ഇദ്ദേഹത്തിൻ്റെ കളർ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചേരയും മുറുക്കൻ പാമ്പും ഒരുപോലെയല്ല, 2 പേർക്കും 2 കളറാണ്. ഇത് മുറുക്കൻ പാമ്പിൽ ഒറ്റ കളർ ഇങ്ങനെ കാണുന്നു. ചേരയ്ക്കാണെങ്കിൽ മഞ്ഞയും കറുപ്പും പച്ചയും കലർന്നൊരു കളറാണ്. എന്തായാലും ഈ 5 വയസ്സിലേറെ പ്രായം വരുന്ന ഈ പെൺ മുറുക്കൻ പാമ്പിനെ നമ്മൾ സമയം കളയാതെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും സന്തോഷം. നമ്മുടെ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കി ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനു മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എല്ലാ പ്രേക്ഷകർക്കും. അതുപോലെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാവർക്കും, എല്ലാ നല്ലവരായ ലോകർക്കും ഹാപ്പി ക്രിസ്മസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.